ശരീരസ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് നിങ്ങൾ അശുദ്ധനാക്കാനായിട്ട് ഒന്നിനും കഴിയുകയില്ല, മറിച്ച് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്ന് പറയുകയാണ്. ഈശോ പറഞ്ഞത് എന്തിനാണ്? എല്ലാ ഭക്ഷണ സാധനങ്ങളും വിശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഈശോ പറഞ്ഞതാണ്. പുറമേ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഒന്നിനും നിങ്ങൾ അശുദ്ധനാക്കാനായിട്ട് കഴിയുകയില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളുണ്ട്, ദുഷ്ടത, പരസംഗം, മോഷണം എന്നൊക്കെ പറയുന്ന ആ ഒരു പാപകരമായ ചിന്തകളും പാപകരമായ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ അശുദ്ധമാക്കുന്നതെന്ന് പറയുകയാണ്. നമ്മളെല്ലാവരും നോമ്പ് കാലത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അശുദ്ധമാക്കുന്നത്. നിങ്ങളുടെ ഉള്ള് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കണം. ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. ചില കാര്യങ്ങളെ വേണ്ട എന്ന് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വർജിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലുള്ള ചില ബലഹീനതകളെ, ചില പോരായ്മകളെ, ചില തിന്മയോടുള്ള ചായ്വുകളെയൊക്കെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് എടുത്തിരിക്കുന്നതും നമ്മൾ ഈ നോമ്പ് കാലത്തിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് എൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സുവിശേഷഭാഗം വായിച്ച് കഴിയുമ്പോൾ ഈശോയുടെ വചനം അനുസരിച്ച് നമ്മുടെ ഉള്ളൊന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.